അർജുൻ ഓടിച്ചിരുന്ന ലോറി റഡാറിൽ കണ്ടെത്തിയിരിക്കുകയാണ്. റഡാർ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ ആ മണ്ണിനടിയിൽ എവിടെയാണ് ലോറി കിടക്കുന്നത് എന്നത് കണ്ടെത്തിയിരിക്കുന്നു. തെരച്ചിലിലെ സുപ്രധാന ഘട്ടമാണിത്. ലോറിയുടെ ലൊക്കേഷൻ, എക്സാക്ട് പൊസിഷൻ അത് റഡാറിൽ കണ്ടെത്തിയിരിക്കുകയാണ്. നമുക്കൊപ്പം ജിതിനുണ്ട്. അർജുന്റെ ഭാര്യ സഹോദരനാണ് ജിതിൻ. ഈ തെരച്ചിലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ലോറി എവിടെ കിടക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുക എന്നത്. ലോറിക്ക് മുകളിൽ എത്രത്തോളം മണ്ണുണ്ട്, റഡാറിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ കൂടി ചേർത്ത് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ എന്താണ് ജിതിൻ? ഇപ്പൊ റഡാർ അവിടെ ചെക്കിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് തന്നെയാണോ എക്സാക്ട് എന്നുള്ളത് ഞങ്ങളിപ്പോ ഇതിന്റെ ഒരു 50-60 മീറ്റർ പുറകിലുണ്ട്, കാണുന്നുണ്ട് അവിടെ എന്തൊക്കെയാ നടക്കുന്നുള്ളത്. പക്ഷെ എനിക്ക് ഇവിടെ ഒരു ഒഫീഷ്യലിന്റെ ഒരു റിപ്പോർട്ട് എനിക്ക് കിട്ടിയില്ല അവിടെ തന്നെയാണ് എന്നുള്ളത് ഉറപ്പായിട്ടൊന്നുമില്ല. ലൊക്കേഷൻ കണ്ടെത്തി എന്നുള്ള ഇൻഫർമേഷനാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്നത്. ജിതിൻ, അവിടെ കൂടുതൽ ആളുകൾ തെരച്ചിലിനൊക്കെയായി എത്തിയിട്ടുണ്ടോ? തെരച്ചിലിനൊരു വേഗം വെച്ചിട്ടുണ്ടോ? തെരച്ചിലിന് ഒരു വിഭാഗം ആൾക്കാർ തെരച്ചിലിനെ തന്നെ ഇന്ന് ആൾക്കാരുണ്ട്. ഒരു വിഭാഗം ആൾക്കാർ റഡാർ വെച്ചിട്ടുള്ള ചെക്കിംഗ് തന്നെ നടക്കുന്നു. ജിതിൻ, കഴിഞ്ഞ ദിവസം ഒക്കെ ഒരു കാലാവസ്ഥയൊക്കെ പ്രതികൂലമായിരുന്നു. ഇന്നിപ്പോൾ പൂർണ്ണമായും മഴ മാറി നിൽക്കുകയല്ലേ? തെളിഞ്ഞ കാലാവസ്ഥയല്ലേ? കാലാവസ്ഥയാണ്. ചെറിയൊരു മഴ ഇപ്പൊ ജസ്റ്റ് ഒരു ചാറ്റൽ മഴ പെയ്തെങ്കിൽ കൂടിയിട്ടും പിന്നെ മഴ ഒന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ. രാവിലെ മുതൽ ഒരു അനുകൂല കാലാവസ്ഥയാണ്. ഇപ്പോൾ റോഡിൽ നിന്ന് മണ്ണ് മാറ്റി ലോറിയുടെ അടുത്തേക്ക് പോവുകയാണോ, അതോ ലോറി ഉണ്ടെന്ന് കരുതുന്ന ഭാഗത്തെ മണ്ണ് മുകളിൽ നിന്ന് കോരുന്നുണ്ടോ? മുകളിൽ നിന്നൊരു ഹിറ്റാച്ച് അതിന്റെ മുകളിൽ കയറിയിട്ട് റഡാറുകാരെ സഹായിക്കുന്നുണ്ട്. അവരെ എങ്ങനെയാണ് എടുക്കുന്നത് അവർക്ക് വേണ്ടിയിട്ടുള്ള ജോലിക്ക് വേണ്ടി ഒരു ഹിറ്റാച്ചിയും പിന്നെ റഡാർ ഓപ്പറേറ്റ് ചെയ്യുന്ന ടീമും അവിടെ ഉണ്ട്. മംഗളൂരുവിൽ നിന്ന് കൊണ്ടുവന്ന അത്യാധുനിക റഡാറാണ്. അപ്പോൾ അതിൽ സ്പോട്ട് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ആയിരിക്കും, എക്സാക്ട് പൊസിഷൻ ആയിരിക്കും എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ. ഇവിടെ തന്നെ ആണെന്ന് ആരും പറഞ്ഞിട്ടില്ല. അവിടെ ആണെന്ന് അസീമും പറയുന്നുണ്ട്. അത് ഒഫീഷ്യൽ കൺഫേം ആക്കിയിട്ടില്ല. ഈ രക്ഷാപ്രവർത്തനം ഇന്ന് എപ്പോഴാണ് ജിതിൻ? നമുക്ക് അങ്ങോട്ടേക്ക് കടക്കാൻ അനുമതി ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് MLAക്കൊപ്പം അങ്ങോട്ടേക്ക് വരാൻ അഭിലാഷ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ജിതിൻ നൽകുന്ന വിവരങ്ങളാണ് നമുക്ക് തത്സമയം ഇപ്പോൾ പ്രേക്ഷകരിലേക്കും ഒക്കെ എത്തിക്കാൻ കഴിയുക. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, ഇന്ന് എത്ര മണിക്കാണ് ശരിക്കും ഈ തെരച്ചിൽ തുടങ്ങിയത്? ഞങ്ങൾ ശരിക്കും 7 മണിക്കാകുമ്പോൾ പുറത്തുനിന്ന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതുവരെ നമ്മൾ പിന്നെ ഒരു 1.5-2 മണിക്കൂർ വരെ പുറത്തുനിന്ന് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടായി. ഞങ്ങളാരും ഉള്ളിൽ കടത്തി വിട്ടിട്ടുണ്ടായില്ല. അപ്പം എപ്പോഴാണ് അത് ഞങ്ങൾ ഇവിടെ വരുമ്പോൾ രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട്. അതിന്റെ മുന്നേ എത്ര സമയത്തിന് മുന്നെയാണ് തുടങ്ങിയ സമയം അറിയില്ല. അവരെന്തുകൊണ്ടാണ് ഇപ്പോൾ മാധ്യമങ്ങളെ പൂർണ്ണമായും ഇതുവരെ വിലക്കിയിരിക്കുകയായിരുന്നു? ഒരു 3 കിലോമീറ്റർ അപ്പുറത്താണ് അവരൊക്കെ നിന്നിരുന്നത്, മാധ്യമങ്ങളെല്ലാം. അവിടെ മണ്ണിടിച്ചിലോ മറ്റോ ഉണ്ടായിരുന്നോ? ജിതിൻ, ആ സ്ഥലത്ത് ഇന്നലെയും ഒക്കെ ഉണ്ടായിരുന്ന ആളല്ലേ? അവിടെ പിന്നീട് മണ്ണിടിച്ചിൽ ഉണ്ടായിരുന്നോ? ഇല്ല, ചെറിയ ലാൻഡ് സ്ലൈഡിങ് ഉണ്ട്, ചെറുതായിട്ടുള്ള. വേറെ വലിയ രീതിയിലൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ MLA അനുകൂലമായിട്ട് മാധ്യമങ്ങളെ കടത്തിവിടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ നിന്ന് പോലീസ് തടഞ്ഞതാണ് എല്ലാവരും. അതെ, സതീഷ് കുമാർ സെയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹവും പറയുന്നത് രക്ഷാപ്രവർത്തനം പതുക്കെയാണ് നടക്കുന്നത്, ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയൊക്കെ ഇവിടേക്ക് വരേണ്ടതാണ് എന്നൊക്കെ MLA തന്നെ പറയുന്നുണ്ടായിരുന്നു. വേറെ ഇപ്പോൾ അവിടെ കളക്ടറും SP ഒക്കെ ഇവിടെ തുടരുന്നുണ്ടോ? ഉത്തര കന്നഡ SP ഒക്കെ കാണുന്നില്ല. ഇനി അപ്പുറം വെളിയിലെവിടെ ഉണ്ടോ അറിയില്ല. ഈ സ്പോട്ടിൽ എന്തായാലും ഇല്ല. ഇപ്പൊ ഈ സ്പോട്ടിൽ വശല്ല, ചിലപ്പോ അപ്പുറം ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും അവര്. ഓക്കെ, ജിതിൻ അർജുന്റെ ഭാര്യ സഹോദരനാണ് നമുക്കൊപ്പം ചേർന്നത്, വിവരങ്ങൾ നൽകിയത്. ജിതിൻ ആ സ്പോട്ടിലുണ്ട്. അങ്ങോട്ടേക്ക് ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്തേക്ക് മാധ്യമങ്ങളെ നേരത്തെ കടത്തി വിട്ടിരുന്നില്ല. ഇപ്പോൾ MLAക്കൊപ്പം മാധ്യമങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ അനുമതി കിട്ടി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്ന് രാവിലെ 5:30 രക്ഷാപ്രവർത്തനം ആരംഭിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഈ രക്ഷാപ്രവർത്തനം തുടങ്ങിയത് എന്നുള്ളതാണ് അഭിലാഷ് അവിടെ നിന്ന് നൽകുന്ന വിവരം. NDRF, നാവികസേന, അഗ്നിരക്ഷാസേന, പോലീസ്, അതുപോലെ തന്നെ ട്രെയിൻഡ് വോളണ്ടിയേഴ്സ് എല്ലാവരും ചേർന്നാണ് ഈ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. NIT കർണാടകയിലെ പ്രൊഫസർ അടക്കം ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. ഈ റഡാർ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന, അതായത് ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ, അതാണ് അവിടെ ഉപയോഗിക്കുന്നത്. ആ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ട്രക്ക് മണ്ണിനടിയിലുണ്ടോ എന്നുള്ള എക്സാക്ട് പൊസിഷൻ നമുക്ക് കണ്ടെത്താൻ കഴിയും. അപ്പോൾ ആ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ കൊണ്ട് ഈ ലോറിയുടെ കൃത്യമായ സ്ഥലം കണ്ടെത്തുക, ലോറിക്ക് മുകളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മണ്ണ് നീക്കം ചെയ്യുക, അതാണ് ഇനി ഈ രക്ഷാപ്രവർത്തനത്തിലെ പ്രധാനപ്പെട്ട ഘട്ടം.